നാഗർകോവിലിൽ നിന്നും ടിൻറ്റുദാസ് കൂടി ചേരുന്നുണ്ട്. ടിൻറ്റുദാസ്, കുട്ടിയെ അന്വേഷിച്ചുള്ള അന്വേഷണങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നു, പല മേഖലകളിൽ നടക്കുന്നു. നാഗർകോവിലാണല്ലോ ഇപ്പോൾ ടിൻറ്റു ഉള്ളത്. ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും ഈ കാണാതായ കുട്ടിയുടെ തസ്മിതിൻ്റെ ദൃശ്യങ്ങളില്ല എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. ഇനിയും ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്? പോസ്റ്റർ, ഈ കുട്ടിയുടെ ചിത്രം അടങ്ങിയ പോസ്റ്റർ ഇറക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അതായത് ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൊക്കെ ഈ കുട്ടിയെ കണ്ടവരുണ്ടോ എന്ന സൂചന നൽകുന്ന പോസ്റ്റർ ഇറക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം ഏത് തരത്തിലാണ്? CCTVയിലൊന്നും കിട്ടിയില്ലല്ലോ. ഇപ്പോഴുള്ള അന്വേഷണം എങ്ങനെയാണ് ടിൻറ്റു? നിലവിൽ ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണെങ്കിൽ പോലും പുതുതായിട്ടൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നാഗർകോവിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഏതാണ്ട് 2-3 മണിക്കൂറുകൾ കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ നിർണായക സമയം, അതായത് ഈ 3 മണിക്കൂർ സമയം പരിസരത്തൊക്കെ, അതായത് ഈ ട്രെയിൻ വന്ന് നിന്ന പരിസരത്തൊക്കെ അന്വേഷണം നടത്തുക എന്നാണ് തീരുമാനം. അതിനായിട്ട് ഇത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷണം നടത്തിയിട്ട് എന്ത് കാര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുട്ടിയെ കാണാതായിട്ട് ഏതാണ്ട് 30 മണിക്കൂറിനധികം സമയമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇപ്പോഴും നാഗർകോവിലിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ നാഗർകോവിലിൽ നിന്നും CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കന്യാകുമാരിയിൽ നടത്തിയ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ കടകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ, സമീപ പ്രദേശങ്ങൾ തിരഞ്ഞുകൊണ്ടുള്ള അന്വേഷണങ്ങളൊന്നും നാഗർകോവിലിൽ നടത്താൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടി നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുട്ടിയെ കാണാതായിട്ട് ഏതാണ്ട് 30 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ കുട്ടി അവിടെ കാണുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും ഫലപ്രദമായില്ല. എന്തായാലും നാഗർകോവിലും CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, നാഗർകോവിലും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. കന്യാകുമാരിയിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കുട്ടി വന്നിറങ്ങുന്നതോ, കുട്ടി ഇത്തരത്തിൽ ട്രെയിനിൽ വന്നിറങ്ങുന്നതോ, കുട്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നുകൂടി ഈ മേഖലകളിൽ എവിടെയെങ്കിലും കുട്ടി നിൽക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം മാത്രമേ ഉള്ളൂ. തുമ്പ പോലീസിന്റെ ഒരു സംഘം ഇവിടെ കന്യാകുമാരിയിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംഘം, കഴക്കൂട്ടം പോലീസിന്റെ ഒരു സംഘം ഈ നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ്. നാഗർകോവിലിൽ നിന്നും സമാനമായ രീതിയിൽ CCTVകൾ കൊണ്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താനുള്ളത്. എന്തായാലും കുട്ടിയെ കാണാതായിട്ടോ വിലപ്പെട്ട 30 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസിന് CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനല്ലാതെ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കുട്ടി എവിടെ നിന്ന് കയറിയെന്നോ, കുട്ടി എവിടേക്ക് പോയോ എന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സൂചനയും ലഭിക്കുന്നില്ല. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നെങ്കിലും അതും തൽക്കാലത്തേക്ക് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ വെച്ച് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് ദുരൂഹതയായി തന്നെ തുടരുകയാണ്. ഈ ദുരൂഹത മറമാറ്റി പുറത്തു കൊണ്ടുവരാൻ പോലീസിന് ഈ 30 മണിക്കൂറിലും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, തീർച്ചയായും നാഗർകോവിലും കുട്ടിയെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. കന്യാകുമാരി നടത്തിയ അന്വേഷണത്തിലും ഈ തസ്മിത് എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ കുട്ടിയുടെ ചിത്രം അടങ്ങിയ പോസ്റ്റർ പുറത്തിറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ പോസ്റ്ററിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ ഒക്കെ തന്നെ ഈ കുട്ടിയെ കണ്ടവരുണ്ടോ, പോലീസുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ അടക്കം, കുട്ടിയുടെ ചിത്രം അടക്കം ഉള്ള പോസ്റ്റർ ഇറക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. കഴക്കൂട്ടത്തെ വസതിയിൽ നിന്ന് പ്രശാന്ത്, അതേപോലെ തന്നെ രശ്മി കാർത്തിക, നാഗർകോവിലിൽ നിന്ന് ടിൻറ്റുദാസ് എന്നിവരാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെപ്പറ്റി എന്ത് വിവരങ്ങൾ ലഭിച്ചാലും അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിവരങ്ങൾ അറിയുന്നവർ പോലീസിൽ അറിയിക്കുക എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഈ വേളയിൽ നൽകാൻ കഴിയുന്നുള്ളൂ.